RD, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്ത്? റിക്കറിംഗ്, RD എന്ന് പറയും. ഓക്കെ, RD നെ കുറിച്ച് ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കാം, ഇല്ലെങ്കിൽ അറിഞ്ഞോളൂ. ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് RD. എല്ലാ ബാങ്കുകളിലും RD ഉണ്ട്. അതിന് 3-4 മാസം കൂടുമ്പോൾ ഒരു നിശ്ചിത വരുമാനം എന്ന നിലയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി റീക്രെഡിറ്റ് ആവും. ഞാൻ 1500 രൂപയുടെ RD ആണ് എടുത്തിട്ടുള്ളത് ഫെഡറൽ ബാങ്കിൽ. നേരിട്ടോ ഫോൺ വിളിച്ചിട്ടോ മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ മൊബൈൽ ബാങ്കിങ്ങോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. RD 500 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ജീവിതത്തിൽ ഒരു നല്ല സേവിങ്സ് ആണ് RD. നമ്മളെ അധികം ബാധിക്കാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാ മാസവും നിശ്ചിത ദിവസം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് കട്ടായി പൊക്കോളും, നമ്മൾ അറിയാനൊന്നും പോലില്ല. 500, 1000, 1500, 2000. ഞാൻ 5 വർഷത്തേക്ക് 1500 രൂപ വെച്ചാണ് ചേർന്നത്. എല്ലാ മാസവും 27-ാം തീയതി എന്ന് പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവും. 3-4 മാസം കൂടുമ്പോൾ ഇങ്ങോട്ട് ഒരു 1000-1500 വെച്ച് കയറുകയും ചെയ്യും. നോക്കുമ്പോൾ 90,000 ആണ് നമ്മൾ അടച്ച എമൗണ്ട്. കിട്ടുന്നത് 1,00,000 സംതിങ്. 1500 ആയതുകൊണ്ട് ജോലി ഇല്ലാഞ്ഞിട്ട് പോലും, ഒരു വർഷം പണി ഇല്ലാഞ്ഞിട്ട് പോലും ഞാനത് അടച്ചുകൊണ്ടിരിക്കും. ഒരു 10,000 രൂപ 15,000 20,000 രൂപ ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണം. അതിൽ നിന്ന് ഇങ്ങനെ കട്ടായി പൊക്കോളും, നമ്മൾ അറിയുന്നില്ല. നിങ്ങളിൽ വന്നു പോകുന്ന പണത്തിനെ കുറച്ചെങ്കിലും പിടിച്ചു നിർത്താൻ നോക്കുക. നാളെ സമ്പന്നമാക്കുക. ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകളോ അല്ലാതെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊന്നും എനിക്കറിയില്ല. പരമാവധി അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും എത്തട്ടെ അറിവുകൾ. നമ്മൾ മാത്രം ഉണ്ടാക്കിയ പോരല്ലോ. കീപ് ഇൻ ടച്ച്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനി ടൈം മെസ്സേജ്, എനി ടൈം റിപ്ലൈ. ദാറ്റ് ഈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കീപ് ഇൻ ടച്ച്.